ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കൊഴിഞ്ഞു വീണ കിട്ടുന്ന മാങ്ങയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് 2-3 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതേപോലെ ചെത്തി വൃത്തിയാക്കി അതിനെ നമ്മൾ നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് തിരുമ്പി വെച്ച് നമുക്ക് കുറച്ച് നേരം 2 മണിക്കൂറോളം തന്നെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ മാങ്ങ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉപ്പൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് കുറച്ച് കടുക് അരച്ചെടുക്കാം മിക്സർ ജാറിൽ. നമുക്ക് മാങ്ങയ്ക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കടുക് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, പച്ചക്കടുക്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെള്ളമാണ്. നമ്മൾ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിനെ ഒരു 2-3 മണിക്കൂറോളം തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് നമ്മുടെ ഈ മാങ്ങയിലേക്ക് എല്ലാം പിടിച്ച് ഉപ്പും അതുപോലെ തന്നെ മുളകും കടുകൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റിൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കത് കൂട്ടാൻ പറ്റും. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്